എന്തിന് അമേരിക്ക വെനിസുല ആക്രമിച്ചു? ഓയിലിന് വേണ്ടിയിട്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അതാണോ യഥാർത്ഥ കാരണം? ലോകത്ത് ഏറ്റവും കൂടുതൽ ഓയിൽ ഉള്ളത് അബുദാബിയിലോ ദുബായിലോ അല്ല, വെനിസുലയിലാണ്. അവരുടെ കയ്യിലുള്ളത് ഒരു പ്രത്യേകതരം ക്രൂഡ് ഓയിലാണ്. ആദ്യം വെനിസുല യുഎസിന് ക്രൂഡ് ഓയിൽ കൊടുക്കാൻ സമ്മതിച്ചതാണ്. പക്ഷേ യുഎസിന്റെ സെക്രട്ടറിയും മാർക്കോ റൂബിയോ കാരണം യുഎസ് അത് റിജക്ട് ചെയ്തു. അതിന് കാരണം എക്സോ മൊബൈൽ എന്ന് പറഞ്ഞ യുഎസിന്റെ ഒരു ഓയിൽ കമ്പനിയാണ്. ഒരുപാട് നാളുകളായി വെനിസുലയിൽ നിന്ന് ഓയിൽ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു കമ്പനിയാണ്. പക്ഷേ ഒരുപാട് നാളുകളായപ്പം വെനിസുല അത് സ്റ്റോപ്പ് ചെയ്തു. ശേഷം എക്സോൺ മൊബൈൽ ഗുയാന എന്ന് പറഞ്ഞ രാജ്യത്ത് പോയിട്ടാണ് അവരുടെ ഓയിൽ റിസർവ്സ് എല്ലാം സെറ്റ് ചെയ്തത്. അപ്പോൾ വെനിസുല ഗുയാനയിലെ ഓയിൽ റിസർവ്സും അവരുടെയാണെന്ന് പറഞ്ഞു വന്നിരിക്കും. ശേഷം 2024 ഗുയാനയ്ക്കെതിരെയും എക്സോ മൊബൈലിനെതിരെയും അവർ അറ്റാക്ക് ചെയ്തു തുടങ്ങി. പിന്നീട് മാർക്കോ റൂബിയോ ഗുയാനയിലേക്ക് പോവുകയും അവിടെയുള്ള എക്സോ മൊബൈലിന്റെ ഓയിൽ റിസർവുകളിൽ എന്തെങ്കിലും കേടുപാട് സംഭവിക്കുകയാണെങ്കിൽ വെനിസുലയ്ക്ക് അതൊരു തിരിച്ചടിയാകുമെന്നും പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം, 2017 വരെ എക്സോൺ മൊബൈൽസ് ഓൺ ചെയ്തത് റെക്സ് ടിലർസൺ എന്ന് പറഞ്ഞ ഒരാളാണ്. 2017 ട്രംപ് പ്രസിഡന്റ് ആയപ്പം ഈ റെക്സ് ടിലർസൺ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയി. അതായത് ഓയിൽ ബിസിനസ്സും പൊളിറ്റിക്സും കണക്ട് ആവും. പണ്ടേ ഗുയാനയിലുള്ള ഓയിൽ റിസർവ്സ് US വെനിസുലയ്ക്ക് വിട്ടുകൊടുക്കുമായിരുന്നെങ്കിൽ US ഒരു വീക്കർ കൺട്രി ആണെന്ന് മറ്റുള്ള രാജ്യങ്ങൾക്ക് പണ്ടേ തോന്നിയത്. സോ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് US വെനിസുലയിലേക്ക് അറ്റാക്ക് നടത്തുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് ഇങ്ങനത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഫോളോ മീ.